മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ മയക്കുവെടി വെക്കുന്നതിൽ തീരുമാനം അല്പസമയത്തിനകം. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്തെത്തും. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായി. സംഭവത്തിൽ CCF-നോട് റിപ്പോർട്ട് തേടിയെന്ന് വനം മന്ത്രി പറഞ്ഞു. അത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും വലിയ മനപ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും. അത് സ്വാഭാവികമായ പ്രതികരണമാണ്. അതേ തുടർന്ന് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ച് MLA ഉൾപ്പെടെ സംസാരിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും കൊടുക്കണമെങ്കിൽ വെച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞ ഈ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ കടുവ ഇതിനെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ തീരുമാനമായോ? തീർച്ചയായിട്ടും മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കുങ്കിയാനയെ കൊണ്ടുവന്ന് ഈ കടുവയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടുന്ന സംഘം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുങ്കിയാനയും അല്പസമയത്തിനകം തന്നെ ഈ കരുളായിലെ ഈ അടക്കാകുണ്ടെന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുങ്കിയാനയെ എത്തിച്ചതിന് ശേഷം വിദഗ്ധ സംഘം, അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ കടുവയെ ഏത് ഭാഗത്താണെന്നുള്ളത് കണ്ടെത്തി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ അരുൺ സക്രിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ DFO ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മരിച്ച ഗഫൂറിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നേരത്തെ അല്പം മുമ്പ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പലതവണ ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിവുകൾ സഹിതം നാട്ടുകാർ വനം വകുപ്പ് അധികൃതർക്ക് DFO ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു കൂട് വെക്കാനോ അല്ലെങ്കിൽ ഈ കടുവയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലും വനം വകുപ്പ് അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് പ്രതിഷേധം ഇത്രയേറെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ ഇടയാക്കിയത്. നേരത്തെ വളർത്തുമൃഗങ്ങൾ ആടുകളും പശുക്കളും നായകളും ഉൾപ്പെടെയുള്ള നിരവധി വരുന്ന വളർത്തുമൃഗങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ പലതവണ അധികൃതരെ സമീപിച്ചു. പക്ഷേ യാതൊരു വിധത്തിൽ നടപടി ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ അതിന്റെ പരിണിതഫലമായി വിലപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ നൽകേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വനപ്രദേശമല്ല. തീർച്ചയായും ഇതൊരു ജംഷീറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് പലതവണ ഇവർ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പ്രതിഷേധം അത് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വനമന്ത്രിയുടെ പ്രതികരണം എന്താണ് വിഷയത്തിൽ? ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ നൽകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം ഇങ്ങനെ വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടോ എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ പ്രധാനമായും ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത ഉണ്ട്, അതായത് മനുഷ്യന്മാരുടെ ജീവന് ഇവിടെ വലിയ തരത്തിലുള്ള അപകട സാധ്യത ഉണ്ട് എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു തവണയല്ല പലതവണ അധികൃതർക്ക് ഇതിന്റെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് പരാതി നൽകിയതാണ്. ആ ഒരു പരാതി മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് അതിന്റെ കടുവയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കടുവ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടും അതിനകത്ത് ഒരു കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു കൂട് വെക്കുകയോ അല്ലെങ്കിൽ പിടിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മരണം ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു അവസ്ഥ, അതായത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകുകയും അതിൽ വിലപിക്കുകയും അതിൽ ഖേദമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതിനപ്പുറത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും അതിനകത്ത് കൃത്യമായ ഇടപെടലുകളും വേണമെന്നുള്ളൊരു കർശനമായ ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു കാർഷിക മേഖലയാണ്, കൃഷിയുള്ള സ്ഥലമാണ്, നിരന്തരമായി ആളുകളുള്ള സ്ഥലമാണ്. ഏതാണ്ട് ഈ അപകടം നടന്ന അല്ലെങ്കിൽ സംഭവം ഉണ്ടായതിന്റെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇപ്പം ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ജംഷീർ കൊടിഞ്ഞയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.